മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ തലം വരെ വിശദമായി പരിശോധിക്കുമെന്ന് സംഘത്തലവൻ ജോൺ മത്തായി വ്യക്തമാക്കി. 6 അംഗ വിദഗ്ധ സംഘം 10 ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ദുരന്ത കാരണവും ദുരന്തമേഖലയിലെ നിലവിലെ സ്ഥിതിയുമാണ് സംഘം പ്രധാനമായും പരിശോധിക്കുക. ദുരന്തബാധിത മേഖലയിൽ 3 ദിവസം ചിലവിടുന്ന സംഘം സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പഠനം നടത്തുക. ജനവാസത്തിന് സുരക്ഷിതമായ ഇടവും സുരക്ഷിതമല്ലാത്ത ഇടവും കണ്ടെത്തലാണ് പ്രധാന ലക്ഷ്യം. ഞങ്ങൾക്കൊരു ഉദ്ദേശം തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി, ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ട് അത് പൊട്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നിട്ട് താഴോട്ട് ഞങ്ങൾ വരിക എന്നാണ് ഉദ്ദേശം. ഈ മാസം 22-ന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് സർക്കാർ നിർദ്ദേശം. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വേണ്ടിവന്നാൽ കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് സംഘത്തിന്റെ തീരുമാനം. പുനരധിവാസത്തിന് സർക്കാർ കണ്ടുവച്ചിരിക്കുന്ന ഭൂമിയിലും വിദഗ്ധ സംഘം പരിശോധന നടത്തും. റിപ്പോർട്ടർ, വയനാട്.